കൂട്ടുകാരെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് ഈ കുപ്പിയെ നമുക്ക് പൈനാപ്പിളാക്കി മാറ്റിയാലോ. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി രീതിയിൽ മുളയ്ക്കുകയാണ് കൊടുക്കുന്ന രീതി കൊടുക്കുന്ന ചെയ്ത് ബെറ്റർ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ 5-6 ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ത്രികോണമായിട്ട് മടക്കിയെടുക്കണം. ത്രികോണത്തെ ഇല്ലൊന്ന് ഒട്ടിച്ചു കൊടുക്കും. അടുത്തത് ഇതുപോലെ ഒട്ടിച്ച് മേലിലാണ് എടുത്ത് വയ്ക്കുന്നത്. നമുക്കിതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണാം. അല്ലേ, ഇതുപോലെയാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. മൊത്തം ത്രികോണം വെച്ച് ഫില്ല് ചെയ്തെടുക്കാൻ കാണുന്നത്. ത്രികോണങ്ങൾ വെച്ച് ഒട്ടിച്ച് പൈനാപ്പിൾ പകുതി റെഡിയാക്കി. ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് ഏതെങ്കിലും പണി നോക്കാം. വാഴയില പേപ്പർ അത് ഉപയോഗിച്ചാൽ നമ്മൾ ഇതിനായിട്ടുള്ള കൊണ്ടുവെക്കും. ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പിന്നെയും മടക്കി പരമാവധി മടക്കുന്ന രീതിയിൽ ഒന്ന് പെട്ടെന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ എടുത്ത് ഇല പോലെ വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ടുണ്ട് മെയിനായിട്ട് തന്നില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പേപ്പർ ഉപയോഗിച്ചാൽ നമുക്ക് മേലെ കവർ ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ ഇല ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ചുറ്റും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഒരു 3 റൗണ്ടിന് നല്ല ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. ഇച്ചിരിയുടെ ബെറ്ററാണ്. അതിനെങ്ങനെ ഒട്ടിച്ചെടുക്കും. നല്ലൊരു ഭംഗി തോന്നിക്കും. ഇതാണ് ഫൈനൽ ലുക്ക്.